ഞാൻ രാരിഷ് ചെമ്മരുതി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ എനിക്ക് നമ്മൾ ചെമ്മരുതി പഞ്ചായത്ത് ഒരു പുതിയ ആശയവുമായി മുന്നോട്ട് പോവുകയാണ്. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. മെൻറ്ററിങ് ഹബ്ബ് എന്നതാണ് നമ്മളത് എൻ്റെ തൽക്കാലം പേരിട്ടിരിക്കുന്നത്. മെൻറ്ററിങ് ഹബ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൈപുണ്യ വികസന പദ്ധതികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ ചെമ്മരുതി പഞ്ചായത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ സമീപ പഞ്ചായത്തുകൾ എടുത്താൽ ഒരു പക്ഷേ പട്ടികജാതി കുട്ടികൾ ഏറ്റവും കൂടുതലുള്ളൊരു പഞ്ചായത്താണിത്. അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. നമ്മൾ ഒരു ഉദാഹരണം, ബീഹാറിലെ ചില ഗ്രാമങ്ങൾ എന്നറിയപ്പെടുന്നത് IPSകാരെ നിർമ്മിക്കുന്ന ഫാക്ടറികൾ എന്നാണ്. IPSകാർ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമ്മൾ ഏറ്റവും പിന്നോക്ക സംസ്ഥാനം എന്ന് പറയപ്പെടുന്ന ബീഹാറിലാണ്. IPS IAS സിവിൽ സർവീസ് ിലേക്ക് ആളുകൾ വരുന്നത്. അപ്പോൾ അതിനെ ഒരു മാതൃകയായിട്ട് എടുത്തുകൊണ്ട് ചെമ്മരുതി പഞ്ചായത്തിന് ആ മേഖലയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനയാണ് നമ്മളെ മെൻറ്ററിങ് ഹബ്ബിലേക്ക് നിർത്തുന്നത്. അപ്പോൾ മെൻറ്ററിങ് ഹബ്ബ് കൊണ്ട് നമുക്ക് PSC സൗജന്യ PSC UPSC NDA അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാൻ പറ്റുമോ? പിന്നെ വിദ്യാഭ്യാസത്തിന് വേറൊരു ഘട്ടം നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് നമുക്ക് എത്രമാത്രം നമ്മുടെ പരിമിതികൾക്ക് അതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നറിയില്ല. നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ അടക്കം സഹായം തേടാനുള്ള പേപ്പർ വർക്കുകളിലേക്ക് കടന്നിട്ടുണ്ട്. അതായത് ഒരാൾ ഏത് പ്രായമായാലും അയാൾ എവിടെ പഠനം നിർത്തിയോ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് അയാളെ പഠിപ്പിക്കാനുള്ള ഒരു മാർഗം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഒരു പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 പഠനം അവസാനിപ്പിച്ച ഒരാളിനെ ഡിഗ്രി പഠിക്കാൻ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റൻ്റായിട്ടോ ഒക്കെ പഠിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഒരു വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒരു കുടുംബത്തിൽ അറിവുള്ള ഒരാളുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരാൾക്കൊരു ജോലി കിട്ടുമെങ്കിൽ ആ കുടുംബത്തിന് പിന്നെ നമ്മുടെ ഒരു സഹായം വേണ്ട. പഞ്ചായത്തിൻ്റെയോ സർക്കാരിൻ്റെയോ മുമ്പിൽ അവർക്ക് റേഷൻ കാർഡിനോ സർക്കാരിൻ്റെ സൗജന്യങ്ങൾക്കോ വേണ്ടി കൈകൂപ്പി നിൽക്കേണ്ട ഒരവസ്ഥ വരുന്നില്ല. അവർ സ്വയം പര്യാപ്തമാവുകയാണ്. അത്തരത്തിൽ നമ്മൾ ഗാന്ധിജിയുടെ സ്വപ്നങ്ങളിലേക്കൊക്കെ ചിന്തിച്ച വലിയ നിലയിലേക്ക് നമുക്ക് അതിനെ എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ചെറിയ കാൽവയ്പായിട്ട് ഒരു മെൻറ്ററിങ് ഹബ്ബ് ആരംഭിക്കുന്നതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യം അടക്കം പല വിഷയങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ അതൊക്കെ പരിഹരിച്ച് നമ്മുടെ പരിമിതമായ ഫണ്ടുകൾക്കകത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെയും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെയൊക്കെ സഹകരണങ്ങളോടുകൂടി ഇത്തരം പദ്ധതികളുടെ ഒരു വിപുലീകരണം നമ്മൾ ആലോചിക്കുന്നുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവരും പഠിക്കുന്ന ഒരു പഞ്ചായത്താണ് അത് ഒരു 60 വയസ്സായാലും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അടുത്ത ദിവസം MA പരീക്ഷയാണ്. ഞാൻ പകുതി വഴിയിൽ നിർത്തി എൻ്റെ പഠനം പിന്നീട് ഒരു അവസരത്തിൽ പുനരാരംഭിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ആ നിലയ്ക്ക് അതിനകത്ത് പ്രായമില്ല. എൻ്റെ കൂടെ പരീക്ഷ എഴുതാൻ പറ്റുന്നത് ഒരു 65 വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരാൾ എൻ്റെ കൂടെ പരീക്ഷ എഴുതാൻ പറ്റുന്നുണ്ട്. പുള്ളി എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, പുള്ളി ഒരു സർക്കാർ ജോലിക്ക് വേണ്ടിയല്ല പഠിക്കുന്നത്. പുള്ളി അടുത്ത ലെവലിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ വിദ്യാഭ്യാസം എല്ലാവർക്കും ഉണ്ടാവുക എന്നുള്ളതൊരു സ്വപ്നമാണ്. എല്ലാവരും പഠിക്കുന്ന ഒരു പഞ്ചായത്തായി ചെമ്മരുതി മാറിയാൽ അതൊരു വലിയ കാര്യമായി മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നമാണത്. അത് നടക്കാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ നമ്മൾ ശ്രമിക്കും. ഒരുപക്ഷെ താങ്കൾ ഈ ഒരു ഭരണം അവസാനിപ്പിക്കുന്ന 5 വർഷത്തിനുള്ളിൽ അല്ലേ വലിയൊരു മാറ്റം കൊണ്ടുവരും. മാറ്റം കൊണ്ടുവരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കിട്ടുന്ന പിന്തുണയും നമുക്ക് കിട്ടുന്ന ഈ പറഞ്ഞ ഫണ്ടടക്കമുള്ള സംഭവങ്ങളുണ്ട്. പഞ്ചായത്തിൻ്റെ പരിമിതികൾ ഉണ്ട് ഒരുപാട്. പക്ഷേ പരിശ്രമിച്ചിരിക്കും. നമ്മൾ അതിന് ശ്രമിക്കാതെ പോവില്ല. ആ ശ്രമം നമ്മൾ നടത്തും. അതിനുവേണ്ടിയുള്ള ഏത് അറ്റം വരെ നമ്മൾ പോകും. നമ്മൾ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവരെ കണ്ട് ഇതിനകത്തൊരു വിശദമായ പ്രോജക്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രോജക്റ്റ് അന്തിമഘട്ടത്തിൽ എത്തി നമ്മൾ അതിൻ്റെ കടലാസ് വർക്കുകളെല്ലാം പൂർത്തിയാക്കി നമുക്കിത് കാണാൻ പറ്റുന്ന എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമുക്കിതിനെ മുന്നോട്ട് തന്നെ നമ്മൾ പോവുകയാണ്. എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇതിപ്പോൾ അടിയന്തരമായി വേണ്ടത്? ഇതിനകത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു വലിയ വിഷയമാണ്. കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു വലിയ വിഷയമാണ്. അധ്യാപകർക്ക് എങ്ങനെ ശമ്പളം കൊടുത്ത് ആളിനെ നിയമിക്കുന്നതിന് നമുക്ക് ചില പരിമിതികളുണ്ട്. അത് നമ്മുടെ ഒരു വിഷയമാണ്. നമ്മുടെ ഫണ്ട് എത്രമാത്രം വിദ്യാഭ്യാസ മേഖലയിലേക്ക് ചെലവഴിക്കാൻ പറ്റും എന്നുള്ള വിഷയമുണ്ട്. പഞ്ചായത്തുകളെ സംബന്ധിച്ച് പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് പഞ്ചായത്തുകൾക്ക് പ്രാധാന്യമുള്ളത്. അപ്പോൾ ഇതിനകത്ത് എത്രമാത്രം ഈ ഫണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാന വിഷയം. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ, ഇത്രയും വലിയ ജനങ്ങളെ ഇതിനകത്ത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എന്നതൊക്കെ ഒരു വലിയ വിഷയം തന്നെയാണ്. അത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈബ്രറികളെ അടക്കം നമുക്ക് ഇതിനകത്ത് പങ്കാളികളാക്കാൻ പറ്റുമോ? കൂട്ടായ്മകളുണ്ട് എല്ലാ വാർഡുകളിലും. വാർഡ് മെമ്പർമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും വികേന്ദ്രീകരിച്ച്, ഇതൊരു സെൻട്രലൈസ് ആയിട്ട് ഒരു സംവിധാനത്തിൽ നടക്കില്ല. അപ്പോൾ അതിനകത്തൊരു ഓരോ വാർഡിലും എന്ന നിലയിലേക്ക് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതൊരു അന്തിമ ഘട്ടത്തിൽ എത്തിയിട്ടില്ല. താങ്കൾ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിൽ നിന്നൊരു സർക്കാർ ജീവനക്കാരനെന്നാണ് ആശയം. ഒരു കുടുംബത്തിൽ നിന്ന് എല്ലാ കുടുംബത്തിലും സർക്കാർ ജീവനക്കാരുണ്ടാവുക എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ ഒരു ഭയങ്കരമായ ചിന്തയാണ്. അത്രയൊന്നും എത്തൂല. പക്ഷെ സർക്കാർ ജീവനക്കാരനേക്കാൾ ഉപരി സ്വയം പര്യാപ്തമാകാൻ പറ്റുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക. നമ്മൾ എന്നും ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ പോലും ഞാൻ എൻ്റെ വാർഡിലെ ജനങ്ങളോട് ചോദിച്ചാൽ, നമുക്ക് എന്നും നമ്മൾ ഇതുപോലെ ഇപ്പം നിൽക്കുന്ന പോലെ നിന്നാൽ മതിയോ? നമുക്ക് മാറ്റം വേണ്ടേ? മാറ്റം എന്ന് പറയുന്നത് മാറ്റത്തിന് വേണ്ടിയുള്ള മാറ്റമല്ല,
നല്ലതിന് വേണ്ടിയുള്ള മാറ്റം. നമുക്ക് ഒരു അതിന് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ആരോഗ്യത്തെയും വിദ്യാഭ്യാസവും. ഞാൻ എന്ന് എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും നമുക്ക് ഒന്നാമത്തെ പരിഗണന കൊടുക്കണം. അവിടെയാണ് നമുക്ക് ഈ ഭാവി തലമുറ നമ്മളിൽ നിന്നും ഒരു ചുവടെങ്കിലും മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥ സൃഷ്ടിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഈ ഭരണകാലയളവ് വളരെ സാർത്ഥകമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും നമുക്ക് ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം, സാമൂഹ്യ സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് എത്രമാത്രം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതിന് ഞാൻ കാണുന്ന ഒരു പ്രധാന പരിഹാര മാർഗം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം കൊടുക്കുക, അതിലൂടെ സ്വയം പര്യാപ്തരാകുക, അതായത് അതിലൂടെ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള, ജോലി സമ്പാദിക്കാനുള്ള അറിവുകൾ അവർക്ക് സൃഷ്ടിക്കുക എന്നൊക്കെ വലിയ കാര്യമാണ്. ആ നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണ് നമ്മൾ. ഇത് സ്വയം പര്യാപ്തത കൈവരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്, അത്തരത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടി മറ്റ് സാഹചര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തു നോക്കണോ? ധനസഹായങ്ങൾ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിന്റെ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ വ്യക്തിപരമായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന, നമ്മുടെ അറിവിൽ വരുന്ന, അപ്പോൾ നമ്മൾ ചെറിയ സർക്കിളാണ് നമ്മുടേത്, അപ്പോൾ നമുക്ക് അറിവിൽ വരുന്ന കുട്ടികളെ പഠിക്കാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും, ഞാനെന്നല്ല ഒരുവിധം എല്ലാവരും ചെയ്യുന്നതാണ്, നമുക്കൊരു ആൾക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അപ്പോൾ നമ്മളൊരു അധികാരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനൊരു മാസ് പ്രോഗ്രാമാക്കി മാറ്റാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പരിമിതികളും നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് നിന്നുകൊണ്ട്, എന്നാൽ ഇപ്പം ഞാൻ പല ബാങ്കുകളെയും സമീപിച്ചിട്ടുണ്ട്. CSR ഫണ്ടുകളൊക്കെ ഉണ്ട്, ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ, ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഇതിനകത്ത് മറ്റു സഹായങ്ങൾ കൊണ്ടുവരാൻ പറ്റും, അതിനകത്തേക്കുള്ള നിയമപ്രശ്നങ്ങളടക്കം ഉണ്ടാവും. ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്കിതിനെ എങ്ങനെ ഒരു വലിയ പ്രോഗ്രാമാക്കി മാറ്റാൻ പറ്റും എന്നതിൻ്റെ ആലോചനയിലാണ് നമ്മൾ. താങ്കൾ പൊതുജനങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണോ സംരംഭകരെയൊക്കെ ഈ വിഷയത്തിലേക്ക്? ഇതിനകത്ത് സഹായിക്കാൻ പറ്റുന്ന എല്ലാവരും. ഇപ്പോൾ പൊതുജനങ്ങളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒരു ഇതാണ് പറയാം, ഇപ്പോൾ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അറിവുള്ള വിദ്യാഭ്യാസമുള്ള ഒരു ആളിനെ മറ്റൊരു കുട്ടിയെ ചിലപ്പോൾ പഠിപ്പിക്കാൻ പറ്റും. അതിന് പൈസ കൊടുത്തല്ല, അവർക്ക് വന്ന് ക്ലാസ് എടുക്കാൻ പറ്റും ചിലപ്പോൾ. അത് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇനിഷ്യേറ്റീവായിട്ട് നമുക്ക് എടുത്തുകൂടെ? അത് പഞ്ചായത്ത് മാത്രം എല്ലാ കാര്യവും ചെയ്യണമെന്ന് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു അതിനെ എങ്ങനെ നമുക്ക് ഇതിനെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാം എന്നുള്ളത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. സ്വപ്നങ്ങൾ എപ്പോഴും സബലീകരിക്കാനുള്ള പരിശ്രമങ്ങളിലാണ്. ഒരാൾ സ്വപ്നം കണ്ടാലേ ആ യാത്രകൾ തുടങ്ങുകയുള്ളൂ. നമ്മളതിനുള്ള ആദ്യ ചുവട് വയ്ക്കുന്നു. ഒരു വലിയ മലയാണ് കയറി തീർക്കേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. അത് ഞാനല്ലെങ്കിൽ എനിക്ക് ശേഷം വരുന്നവർക്കെങ്കിലും അത് പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. രാജേഷ് പറയുന്നത് മറ്റ് പഞ്ചായത്തുകൾ എങ്ങനെയാണ് എന്നല്ല, എൻ്റെ പഞ്ചായത്ത് ഇങ്ങനെയാണ് എന്നാണ്. അല്ല, മറ്റ് പഞ്ചായത്തുകളെ ഇപ്പം ഞാൻ ആരെയും അങ്ങനെ നോക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ വന്നിട്ട് ഇതിൻ്റെ ഈ പ്രോജക്റ്റുകൾ ഉണ്ടാക്കലടക്കമുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. പക്ഷേ പല പരിമിതികളുണ്ട്. പഞ്ചായത്തുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെന്ന് പറയുമ്പോഴും നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതിന് ഫണ്ടിൻ്റെ പരിമിതിയുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയന്ത്രണങ്ങളുണ്ട്, സർക്കാരിൻ്റെയൊക്കെ നിയന്ത്രണങ്ങൾക്കകത്ത് നിന്നേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെയൊക്കെ അതിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ആലോചന തുടക്കം മുതലേ ഉണ്ട്. ഇതിലാണ് നമ്മൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും പേര്, ഇതിൽ എത്ര പേര് നമുക്ക് അഫോർഡ് ചെയ്യേണ്ടി വരും, അതിനനുസരിച്ച് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അടക്കം ഉള്ള ഫണ്ടിങ് ചെറിയ കാര്യമല്ല. എങ്ങനെ കണ്ടെത്താനാണ്? അതാണ്, അതിന് വിവിധ ഏജൻസികളെയും വിവിധ വ്യക്തികളെയും സംഘടനകളെയും ഒക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടേ നമുക്കത് നടക്കൂ.